നമുക്ക് നമ്മുടെ അതിഥി ശ്രീ മുല്ലക്കര രത്നാകരൻ തുടരുകയാണ്. അദ്ദേഹത്തിലേക്ക് പോവാം. ശ്രീ മുല്ലക്കര രത്നാകരൻ, അങ്ങ് പുസ്തകത്തിൻ്റെ ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ രാമായണം അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകത്തിൻ്റെ പ്രവേശികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പം മുതൽ അറിഞ്ഞ് വായിച്ചറിഞ്ഞ ഒരുപാട് ആകർഷിക്കപ്പെട്ട ഒരു പുസ്തകമാണ് രാമായണം എന്നത്. അപ്പോൾ അങ്ങനെ കണ്ടറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കിയ യാത്ര ചെയ്ത രാമായണത്തെക്കുറിച്ച് രണ്ട് വാക്ക്. ഈ രാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നുന്നത് ഈ KS രാധാകൃഷ്ണൻ സാർ തന്നെ നമുക്ക് തരുന്നൊരു സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് ലോകത്ത് ഒരു പുസ്തകം എത്രത്തോളം തരത്തിൽ പല പുസ്തകങ്ങളായി മാറി എന്നതിൻ്റെ ഗവേഷണം നടത്തിയാൽ അതിലേറ്റവും പ്രധാന പുസ്തകം രാമായണമാണ്. പലരും പലതരത്തിലാണ് അതിനെ നോക്കിക്കണ്ടിട്ടുള്ളത്. അതിനുള്ള അവകാശം ഒരർത്ഥത്തിൽ തന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു കഥാതന്തുണ്ട്. ആ കഥാതന്തുവിൻ ഈ കഥയുടെ ഒരു രൂപം എന്താണെന്ന് ആദ്യ കവി കാണിച്ചു തന്നതിനെ ഒരു കവിക്കും അല്ലെങ്കിൽ മറ്റൊരു കഥാകാരനും മറികടക്കാൻ പറ്റുന്നില്ല. ഒരു നായകൻ, ഒരു നായിക, ഒരു വില്ലൻ, ഒരു തർക്കം, അവസാനം ഒരു യുദ്ധം, ഒന്നുകിൽ ഒരു ദുഃഖത്തിലേക്കുള്ള പര്യവസാനം, അല്ലെങ്കിൽ ദുഃഖത്തിൽ നിന്ന് വീണ്ടും സുഖത്തിലേക്ക്, സുഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക്. സത്യത്തിൽ രാമായണം അവസാനം ഉത്തരരാമായണം കൂടെ വായിച്ച് കഴിയുമ്പോൾ ദുഃഖത്തിൽ അവസാനിക്കുന്ന ഒരു കഥയാണ്. നമ്മുടെ എല്ലാ സിനിമാ കഥകളും എല്ലാ നോവലുകളും എല്ലാ കഥകളും പരിശോധിച്ചാൽ കഥ ഇതാണ്. അതുകൊണ്ട് ആ കഥയെ വിവിധ തരത്തിൽ നമുക്ക് വീക്ഷിക്കാൻ പറ്റും. നമുക്കതിനെ നോക്കിക്കണ്ട് നമ്മുടേതായി ചിലത് കൂടി ചേർക്കാൻ പറ്റും. അതിനുള്ള സ്വാതന്ത്ര്യമാണ് സത്യത്തിൽ ആദി കവി പിന്നെ വന്ന എല്ലാ കഥാകാരന്മാർക്കും വായിക്കുന്ന എല്ലാ മനുഷ്യർക്കും നൽകിയ ഒരു വലിയ സംഭാവന. അപ്പോൾ അത് വായിച്ചപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് പുതിയ ആളുകൾ എഴുതിയ അതിനെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ മനസ്സിലെത്തിയപ്പോഴാണ് എനിക്കും തോന്നിയത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും സഞ്ചരിച്ചുകൂടെ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനും രാമായണം അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകം എഴുതിയത്. അപ്പോൾ അതിൽ രാമൻ വാൽമീകി ഉദ്ദേശിച്ചത് എന്താണ്, സീതയിൽ ഉദ്ദേശിച്ചത് എന്താണ്, ഹനുമാൻ എങ്ങനെയാണ്, രാവണൻ എങ്ങനെയാണ്, ഞാൻ മനസ്സിലാക്കുന്ന 3 അധികാരങ്ങളെയാണ് വാൽമീകി അത് വിവരിക്കാൻ ശ്രമിച്ചത്. ഒന്ന് നഗരത്തിലെ അധികാരം, അതാണ് രാവണൻ്റെ അധികാരം. അതിനെയാണ് അതിൻ്റെ വില്ലൻ സ്വഭാവത്തിലുള്ള അധികാരമായി കാണിച്ചിരിക്കുന്നത്. അത് നഗരാധികാരമാണ്. 2 നാട്ടിലെ അധികാരമാണ്, അതാണ് അയോധ്യയിലെ അധികാരം. ആ അധികാരത്തിൽ തർക്കങ്ങളുണ്ടാവും. തർക്കങ്ങൾ ഉണ്ടാവുമ്പോഴും ആ തർക്കങ്ങൾ പരിഹരിക്കാൻ നന്മയുള്ള ആദർശമുള്ള മനുഷ്യർ അത് വിട്ടുപോയി കാട്ടിലേക്ക് പോയി ആ തർക്കം അവർ സ്വയം അതിൻ്റെ ദുഃഖം ഏറ്റെടുത്ത് ശിക്ഷ ഏറ്റെടുത്ത് പരിഹരിക്കും. ഇതാണ് നാട്ടിലെ അധികാരം. മൂന്നാമത്തത് കാട്ടിലെ അധികാരമായിരുന്നതിന് ഞാൻ ഒന്ന് രാധാകൃഷ്ണൻ അവരിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ KS രാധാകൃഷ്ണൻ, നമ്മൾ രാമായണത്തെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ അത് ഒരു പുരാണ ഇതിഹാസ കഥ എന്നതിലപ്പുറം നേരത്തെ അതിഥികൾ രണ്ടാളും നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചതാണ്, നമ്മളിലൊക്കെയുള്ള വ്യക്തിത്വത്തിൻ്റെ അംശം ഈ പറഞ്ഞ പുസ്തകങ്ങളിലെ ഓരോ കഥാപാത്രത്തിൻ്റെതുമായി നമ്മളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന്. ആ തരത്തിൽ അവസാനമായി 2 വാക്ക് കൂടി, നമ്മൾ മനുഷ്യനുമായി എത്രത്തോളം ഇതിങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ഇടചേർന്ന് കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. 2 വാക്ക് പറയും. ഞാൻ രാമായണത്തെ മനുഷ്യ കഥാനുഗാനമായിട്ടാണ് കാണുന്നത്. രാമായണം മനുഷ്യ കഥാനുഗാനം എന്ന പേരിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകവും എൻ്റേതായിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഞാൻ എങ്ങനെയാണ് രാമായണം മനുഷ്യ കഥയായി എൻ്റെയും നിങ്ങളുടെയും കഥയായിട്ട് മാറുന്നത് എന്നാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. രാമൻ്റെ അംശം മാത്രമല്ല, നേരത്തെ മുല്ലക്കര പറഞ്ഞതുപോലെ രാവണൻ്റെ അംശവും എന്നിലും കാണുമല്ലോ. എവിടെയെല്ലാം അധികാരത്തിൻ്റെ അഹങ്കാരം കൂടി വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ രാവണനെ കണ്ടെത്തേണ്ടി വരും. അധികാരം ഭരണത്തിലിരിക്കുന്നവർക്ക് മാത്രമല്ല, ഇല്ലേ? മന്നത്ത് പത്മനാഭൻ അധികാരത്തിന് നൽകിയിരിക്കുന്ന നിർവചനം വളരെ പ്രസിദ്ധമാണ്. അഞ്ചൽ ശിവായിക്കും അരക്കഴഞ്ച് അധികാരം എന്നാണ്. അധികാരം ഈ രാഷ്ട്രീയ നേതാക്കൾക്കോ അല്ലെങ്കിൽ ഭരണാധികാരികൾക്കോ മാത്രമല്ല,
എല്ലാ മനുഷ്യർക്കും ചെറിയ രീതിയിലാണെങ്കിലും അധികാരമുണ്ട്. ആ അധികാരത്തിൽ ആരെല്ലാമാണോ അഹങ്കരിക്കുന്നത്, ആ അധികാരത്തിൽ അഹങ്കരിച്ചുകൊണ്ട് ആരെയൊക്കെയാണോ നാം അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്, അങ്ങനെ അടിച്ചമർത്തുമ്പോൾ നാം അറിയാതെ തന്നെ രാവണ ബിംബം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരും.